എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഗ്രീൻ കളറിലുള്ള മുട്ടക്കറിയാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ മിക്കപ്പോഴും മുട്ടക്കറിയൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതേ രീതിയിലുള്ള മുട്ടക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. ആർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈവശം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു മുട്ടക്കറിയിലേക്ക് ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ നിത്യമുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഈ ഒരു കറി തയ്യാറാക്കി കാണിക്കുന്നതും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ഒരു മുട്ടക്കറിക്ക്. നമ്മുടെ ഈ ന്യൂ ജനറേഷന് ഈ ഒരു മുട്ടക്കറിയുടെ സ്വാദ് ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിലും ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടും നല്ലൊരു ഗ്രീൻ കളർ മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് മുട്ടക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 6 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മുട്ടയിലേക്ക് കുറച്ച് വരകളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. മുട്ട മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടെ എടുത്ത് വെക്കാം. ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്, വളരെ ചെറുതായിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു 15 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മുളകിന് എരിവുള്ളതാണെങ്കിൽ 6 പച്ചമുളക് എടുത്താൽ മതിയാകും. ഇനി ഇതുപോലൊരു കഷ്ണം ഇഞ്ചി, ഒരു ബോള് വെളുത്തുള്ളി, 3 ചെറിയ സവാളയുമാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു പിടി മല്ലിയില കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിയില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് എല്ലാ ചേരുവകളും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. ഇനി നമ്മുടെ ഗ്രേവിക്കായിട്ടുള്ള മറ്റുള്ള ചേരുവകൾ കൂടി എടുത്ത് വെക്കണം. അതിന് മുമ്പായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ മസാലകൾ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും, 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് കുരുമുളക്, 4 ഏലക്കായ, 2 കറിയാമ്പൂ, 2 ചെറിയ കഷ്ണം കറുവ. ഇപ്പോൾ നമ്മുടെ പാനും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ എടുത്തു വെച്ചിട്ടുള്ള മസാലകളാണ് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. മസാലകൾ നല്ലതുപോലെ മൂത്തൊന്ന് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ എല്ലാ ചേരുവകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂട്ടി ഇളക്കി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 15 കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂസും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറുതായിട്ട് കളർ മാറാതെ ഒന്ന് വഴണ്ട് കിട്ടണം. അതുവരെയാണ് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇനി വഴണ്ടു വരുന്ന സവാളയിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ചേർക്കാം. കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. സവാളയുടെ കളറെല്ലാം മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ കാണിച്ച മല്ലിയിലയാണ്. മല്ലിയില നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിടാം. മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം തന്നെ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അധികമൊന്നും സവാള വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു മല്ലിയില ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ മല്ലിയിലയും ഇവിടെ സോഫ്റ്റ് ആയിട്ടൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ ചൂടൊന്ന് ആറി വരണം. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാളയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് അരച്ചുകൂടെ വെച്ചിട്ടുണ്ട്. ഈ സമയം മുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാനിലേക്ക് കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. പൊടികൾ നല്ലതുപോലെ മൊരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വരയിട്ട് വെച്ചിരിക്കുന്ന മുട്ടയാണ് ചേർക്കേണ്ടത്. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൂടിയെടുക്കാം. മുട്ടയിലേക്ക് മസാല മുഴുവനും തന്നെ പിടിച്ചു കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. മസാല മുഴുവനും തന്നെ മുട്ടയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മുട്ട മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. മുട്ട ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതേ പാൻ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പാനിലേക്ക് 1 സ്പൂൺ അളവിൽ കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ ഒരു ഗ്രേവി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അരപ്പിന്റെ ആ ഒരു പച്ച കുത്തലേക്ക് ഒന്ന് മാറി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതും. അരപ്പ് നല്ലോണം വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഗ്രേവിയുടെ ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതുമാണ്.
ആണ്. കുറച്ചുകൂടെ ഗ്രേവി കട്ടി കുറക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ്. നമ്മുടെ ഗ്രേവി ഇപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തിളച്ചു തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഗ്രേവി ഒന്ന് മൂടി വെച്ച് വേണം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാനായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു ഗ്രേവി തിളച്ച് വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ചാണ് ഒന്ന് വറ്റിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഒരു 3 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ഗ്രേവി ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള മുട്ട കൂടെ ചേർക്കാം. മുട്ട കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേവിയും മുട്ടയുമായിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി മുട്ടയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലേക്കാണ് കറിയായി വന്നിട്ടുള്ളത്. ഇനി ഒരു 2 മിനിറ്റ് നേരവും കൂടെ ചെറിയ തീയിൽ വെച്ചൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള നല്ല ഗ്രീൻ കളറിലുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ മുട്ടക്കറി ഒരു സെർവിങ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതുപോലൊരു ഗ്രീൻ കളർ മുട്ടക്കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അടുത്ത തവണ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഈ ഒരു മുട്ടക്കറിയും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.